ദൈവമേ, അങ്ങന്റെ ദൈവം അധികാലത്ത് ഞാൻ അങ്ങ് അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ വെള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം അങ്ങേക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയെ നോക്കിയിരിക്കുന്നു. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ അനുഗ്രഹീത പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരറ്റുന്നു. ഞങ്ങൾക്ക് ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടി അങ്ങേ ആരാധിക്കുവാൻ അവസരം നൽകിയതിനായി സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങളായിരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങളെ കാത്തതിനായും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ച് പരിപാലിച്ചതിനായും സ്തോത്രം കരറ്റുന്നു. ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും ആലയത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുക. തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങൊരുക്കിയ നന്മകൾ ഓർത്തുകൊണ്ട് അങ്ങേക്ക് സ്തോത്രം കരറ്റുമ്പോൾ, ഞങ്ങൾ അങ്ങയെ പാടി പുകഴ്ത്തുമ്പോൾ, ദൈവവചനം ധ്യാനിച്ച് അവിടുത്തെ സന്നിധിയിൽ വിനയപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക കൂട്ടായ്മ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സന്തോഷത്തോടും സമാധാനത്തോടും വിശ്വാസത്തോടും ഈ വിശുദ്ധ സ്ഥലം വിട്ട് കടന്നു പോകുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹീതമായ നിമിഷങ്ങളായി തുറന്നുള്ള നിമിഷങ്ങളെ ഒരുക്കി നൽകണമേ. അവിടുത്തെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. തിരുസാന്നിധ്യത്താൽ നയിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി കൊയറിനോട് ചേർന്ന് 96-ാം ഗീതത്തിലെ 1ഉം 2ഉം അവസാനത്തെയും ചരണം ആരംഭിക്കാം. ഗീതം 96. സർവശക്തനായ ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് 119-ാം സങ്കീർത്തനം 97 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. 119, 97 മുതൽ 104 വരെ. യഹോവേ, അങ്ങയുടെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അതിന്റെ ധ്യാനമാകുന്നു. അങ്ങയുടെ
അങ്ങയുടെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. തിരുവചനം പ്രമാണിക്കേണ്ടുന്നതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് പാപക്ഷമയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ മുഴങ്കാലുകൾ മടക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ ഓർത്തുകൊണ്ട് ഹൃദയനുറുക്കത്തോടുകൂടി 10-ാം പുറത്തിലെ 2ാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവസന്നിധിയിൽ നിന്ന് നാം അനുഭവിക്കുന്ന വിവിധങ്ങളായ നന്മകളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരറ്റാം. സ്തോത്ര പ്രാർത്ഥനയായി 17-ാം പുറത്തിലെ ലിത്താനി നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിനു വേണ്ടിയും ദൈവകൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം, പകൽ, രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബസംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്ക് വേണ്ടിയും സാമൂഹ്യ നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശരുടെ ഉദ്ധാരണത്തിനു വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്ക് വേണ്ടിയും കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അത്തരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രദർശിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ. ദൈവനാമത്തിനായി 196-ാം ഗീതത്തിലെ 1-ഉം അവസാനത്തെയും ചരണം കോയറിനോട് ചേർന്ന് ആലപിക്കാം. ഗീതം 196, 1-ഉം അവസാനത്തെയും ചരണം.
സഭയ്ക്കിരിക്കാം. ഇന്നത്തേക്കുള്ള തിരുവചന ഭാഗങ്ങൾ ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കുന്നതാണ്. വായിക്കുവാനായി നൽകിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും മകന്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവ ആകുന്നു. ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കാം. ഇസ്രായേലേ, കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടേണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. അവയെ നിന്റെ വീട്ടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. നിങ്ങൾ മസ്സായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കുക. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ 4-ാം അധ്യായം 1 മുതൽ 16 വരെ. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്തു. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവരും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എന്നാൽ നമ്മിൽ ഓരോരുത്തര് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിയവന് ആകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വം ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം
വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെ. ആകയാൽ എൻ്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അരച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അരച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം യേശുവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രന്മാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ യേശു അവരോട് ഉപദേശിച്ചത്. സർവശക്തനായ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22-ാം ദിനം അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥത പ്രാർത്ഥിക്കുന്നതിനായി ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവ്, ഞങ്ങൾക്ക് ഇപ്രകാരം അവിടുത്തെ ആലയത്തിൽ അങ്ങ് ആരാധിക്കുവാൻ ഒരിക്കൽ കൂടി അവസരം നൽകിയതിനായി സ്തോത്രം. ആരാധനയുടെ ഭാഗമായി ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു മനസ്സോടുകൂടി അപേക്ഷിക്കുവാൻ ഈ അവസരത്തെ ഒരുക്കിയതിനായും സ്തോത്രം കരയറ്റുന്നു. ദാദാ, അവിടുത്തെ കൃപ അധികമായി അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും ഈ നാളുകളിൽ അങ്ങ് സഹായിക്കുമാറാകണമേ. ദൈവിക സാന്നിധ്യത്തിലായിരിക്കുവാൻ, അവിടുത്തെ സംരക്ഷണയിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഓരോ നിമിഷവും ചെലവിടുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ. തുറന്നു മുമ്പ് അവിടുത്തെ കൃപ നൽകി ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാ ശുശ്രൂഷകളിലും അങ്ങയുടെ സാന്നിധ്യം നിരന്തരമായി നൽകി കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ഈ നാളുകളിൽ അങ്ങ് സന്ദർശിച്ച് ബലപ്പെടുത്തണമേ. വിവിധങ്ങളായ ആവശ്യങ്ങളുമായി അവിടുത്തെ സന്നിധിയിൽ വിനയപ്പെടുന്ന എല്ലാവരെയും അങ്ങ് കരുതുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ അങ്ങ് അവർക്ക് മറുപടി നൽകുകയും വിശ്വാസത്തോടും പ്രത്യാശയോടും ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലകളിലായിരിക്കുന്ന എല്ലാവരെയും ഈ നാളുകളിൽ അങ്ങ് അനുഗ്രഹിക്കാൻ സ്തോത്രം കരയറ്റുന്നു. അവരുടെ അധ്വാനങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാം അനുഗ്രഹമാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. വിദൂര സ്ഥലങ്ങളിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു.
അങ്ങയുടെ സാമീപ്യം നിരന്തരമായി നൽകണമേ. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ടവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും അനുഗ്രഹമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ സമൂഹം ഈ നാളുകളിൽ നേരിടുന്നതായ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അങ്ങ് അറിയുന്നുവല്ലോ. അവിടുത്തെ കൃപാധികമായി നൽകുമാറാകണമേ. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അധ്വാനിക്കുന്നവരെ അങ്ങ് സന്ദർശിക്കുകയും അവരെ ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ആശുപത്രിയിൽ ചികിത്സാർത്ഥമായിരിക്കുന്നവരെ അങ്ങ് സന്ദർശിച്ച് ബലപ്പെടുത്തണമേ. ക്രൂശിൽ ഞങ്ങൾക്കായി ഒഴുകിയ രക്തത്താൽ പ്രിയമുള്ളവരെ ശക്തീകരിക്കുകയും പൂർണ്ണ സൗഖ്യം നൽകി അവരെ വിടുവിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, നിരീക്ഷണകാല നാളുകളിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ കൃപാധികമായി നൽകണമേ. വിശ്വാസത്തോടും പ്രത്യാശയോടും സമാധാനത്തോടും ആയിരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. അവിടുത്തെ കൃപ അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, പ്രത്യേകിച്ച് അവിടുത്തെ സാന്നിധ്യം നിരന്തരമായി രോഗപ്രതിരോധ മേഖലകളിലായിരിക്കുന്നവരുടെ മേൽ അങ്ങ് പകർന്നു നൽകണമേ. ഞങ്ങളുടെ ഗവൺമെന്റുകൾ നൽകുന്ന നിയന്ത്രണങ്ങൾ ഉൾക്കൊള്ളുവാനും നാഥ, ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഉചിതമായി ഈ നാളുകളിൽ ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കുമാറാകണമേ. അവിടുത്തെ സാമീപ്യം നിരന്തരമായി നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരായി ക്രമസമാധാന പാലന രംഗത്ത് സേവനമനുഷ്ഠിക്കുന്നവരായി വിവിധങ്ങളായ ഔദ്യോഗിക മേഖലകളിൽ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നവരായി നിരന്തരം അധ്വാനിക്കുന്ന എല്ലാവരെയും അങ്ങ് അധികമായി ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ നല്ല സേവനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിന് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. നേതൃത്വം നൽകുന്ന എല്ലാ ഭരണാധിപന്മാരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ പരിമിതികളുടെ മധ്യയും ഞങ്ങൾക്ക് സഭയിൽ ലഭ്യമാകുന്ന കൂട്ടായ്മയുടെ അനുഭവങ്ങൾക്കായി സ്തോത്രം. ദൈവരാജ്യ ശുശ്രൂഷയിൽ വിവിധങ്ങളായ തലങ്ങളിൽ ഒരുമിച്ചായിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം കരറ്റുന്നു. അതിന്റെ ഭാഗമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് അധികമായി അനുഗ്രഹിക്കുമാറാകണമേ. നാഥ, പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ ക്ഷീണവസ്തുക്കളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളെ അങ്ങ് സന്ദർശിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ആയുസ്സും ദിനങ്ങളൊക്കെയും ആരോഗ്യത്തോടും ബലത്തോടും ചെലവിടുവാൻ അങ്ങ് മുഖാന്തരങ്ങളെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, പഠന മേഖലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ഈ ദിനങ്ങളിൽ റിസൾട്ടിനായി കാത്തിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണമേ. മികച്ച വിജയം കരസ്ഥമാക്കുവാൻ തക്കവണ്ണം ഓരോ വ്യക്തികളെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർ പഠനത്തിലുള്ള സാധ്യതകൾ അങ്ങ് നൽകുന്നതിനായി സ്തോത്രം. ലഭ്യമാകുന്ന അവസരങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കുവാനും നാഥ, അറിയേണ്ടുന്ന കാര്യങ്ങൾ അറിഞ്ഞ് പഠനത്തിൽ മികവുള്ളവരായി തീരുവാനും സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ എല്ലാ കൊച്ചുമക്കളെയും ഈ നാളുകളിൽ അങ്ങ് സന്ദർശിക്കണമേ. അവർക്ക് സൺഡേ സ്കൂളിന്റെ ഭാഗമായി വിവിധങ്ങളായ കൂട്ടായ്മകളുടെ ഭാഗമായി ലഭ്യമാകുന്ന ആത്മീയ പരിപോഷണത്തിനായി സ്തോത്രം കരറ്റുന്നു. അങ്ങനെ അങ്ങയെ ആശ്രയിച്ചുകൊണ്ട് വളരുവാൻ പ്രതിസന്ധികളിലും അങ്ങ് കൂടെയുണ്ട് എന്നുള്ള ബോധത്തിൽ നിലനിൽക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ പ്രഭാത ആരാധനയിൽ പങ്കാളികളാകുവാൻ നിങ്ങൾക്ക് അവസരം നൽകിയല്ലോ. ഈ ആരാധനയുടെ ഭാഗമായി നന്മ അനുഭവിച്ചുകൊണ്ടായിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. നേതൃത്വം നൽകുന്ന അച്ഛനെയും ഗായക സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രിയമുള്ളവരെയും നാഥ, വിദൂരതയിലായിരുന്നുകൊണ്ട് ഈ ആരാധനയുടെ ഭാഗമാകുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങനെ നന്മയുള്ള ദൈവകൃപയുള്ള ഒരു ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. വരും ദിനങ്ങളിൽ സന്തോഷവും സമാധാനവും അധികമായി നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിലും തുടർന്നും അവിടുത്തെ കൃപ അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അതൊന്നും തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപകടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയുടെ ദുഷ്ടങ്ങൾ നിർമ്മിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും വന്നിട്ടുള്ളതല്ലോ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും നേരുകയും ചെയ്യുന്നു. നമ്മുടെ ആരാധനകളും ശുശ്രൂഷകളും ഈ ആഴ്ചകളിൽ വളരെ അനുഗ്രഹപ്രദമായി നടത്തുന്നതിന് ദൈവം കൃപ ചെയ്തു. പ്രത്യേകാൽ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച നടത്തുമെന്ന് നാം പറഞ്ഞിരുന്ന ഓൺലൈൻ കൗൺസിലിംഗ് നടത്തുന്നതിന് കഴിയാതെ പോയി. നെറ്റ്വർക്കിൻ്റെ തടസ്സം മുഖാന്തരമാണ് അത് കഴിയാതെ പോയത്. അതുകൊണ്ട് ഇന്ന് 10 മണിക്ക് അത് നടക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കുചേരാവുന്നതാണ്. കൊറോണ കാലത്തെ രക്ഷകർത്തൃത്വം നേരിടുന്ന വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തെ അധികരിച്ചാണ് നമ്മുടെ കുഞ്ഞുങ്ങളും അധ്യാപകരും മാതാപിതാക്കളും അതിൽ പങ്കുചേരുന്നത് ഉചിതമായിരുന്നു. ടീച്ചർ ഹാളിൻ്റെ പണികൾ 1ാം ഘട്ട പണി അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിയിരിക്കുകയാണ്. ബേസ്മെൻറ്റും സെല്ലാറും എല്ലാം നമ്മൾ പണിതതിന് ശേഷം അതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ പണികളുടെ ഭാഗമായിട്ട് തുടർന്ന് അതിൻ്റെ കോൺക്രീറ്റ് പാർക്കുന്ന അവസ്ഥയിലാണ് അത് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പലരുടെയും സംഭാവനകളും നേർച്ചകളും എല്ലാം
സ്വീകരിക്കുന്നതിനുള്ള അവസരം ഉണ്ടായി. പല ഭവനങ്ങളും സന്ദർശിച്ചു. പല ആളുകളും അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ സംഭാവനകൾ നൽകി. അതനുസരിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് കഴിഞ്ഞു. കമ്പി, സിമൻറ്റ്, മണൽ തുടങ്ങിയവയെല്ലാം നമുക്ക് ഈ നാളുകളിൽ ശേഖരിക്കാൻ കഴിഞ്ഞു. ഈ വരുന്ന ബുധനാഴ്ച രാവിലെ 6 മണിക്ക് പ്രാർത്ഥനയോടെ അതിൻ്റെ കോൺക്രീറ്റ് ആരംഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ ആ പ്രാർത്ഥനയിലും തുടർന്ന് ആ പണികളുടെ നടത്തിപ്പിലും സംബന്ധിക്കുന്നത് ഉചിതമായിരിക്കും. പണികളുടെ നടത്തിപ്പിൽ സഹകരിക്കാൻ കഴിയാത്തവർ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് അതിനെ പിന്താങ്ങുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുവാൻ ഓർമ്മപ്പെടുത്തുന്നു. ഓർഫണിൻ്റെയും പാലിയേറ്റീവ് കെയറിൻ്റെയും പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നു. പാലിയേറ്റീവ് കെയറിൻ്റെ ഫുഡ് കിറ്റ്, അതുപോലെ തന്നെ ചികിത്സാ സഹായം എന്നിവ നൽകി ഹോം കെയറെല്ലാം ക്രമീകരിക്കുകയും ചെയ്തു. ഇന്നലെ അതിനുള്ള അവസരമുണ്ടായി. കഴിഞ്ഞ ബുധനാഴ്ചയും അതിനുള്ള അവസരങ്ങളുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിലും അതുപോലെ ഈ ആഴ്ചയിലുമായിട്ട് നമ്മുടെ ഓർഫണിൻ്റെ ആഭിമുഖ്യത്തിൽ ചികിത്സാ സഹായവും അതുപോലെ തന്നെ മാസ പെൻഷനും നൽകുന്നതിന് ഇടയുണ്ടാകുന്നു. ഏതിലും പ്രാർത്ഥനയോടെ സഹകരിക്കുന്നവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിഷണറി പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടത്തുന്നതിനുള്ള അവസരവും ദൈവം നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ വിവിധ തരത്തിൽ സ്പോൺസർ ചെയ്തും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂഞ്ഞാങ്കോട് നടക്കുന്ന ആരാധന ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നടക്കുന്നതാണ്. ആ സ്ഥലത്തുള്ള ആളുകൾക്ക് അത് അനുഗ്രഹകരമാണ്. ദൈവം എത്തിച്ചേരുവാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ നേർച്ചകളും കാഴ്ചകളും സമർപ്പിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ജന്മാളാഘോഷവും കുടുംബവാർഷികവർത്തും ദൈവിക കൃപകളിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചും കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് ആരാധനയ്ക്ക് വന്ന സമയത്ത് കാഴ്ചകളോ നേർച്ചകളോ അർപ്പിക്കാൻ കഴിയാത്തവർ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ ഡോറിനകത്തുള്ള ഓഫറിംഗ് ബോക്സിൽ നമ്മുടെ കാണിക്കപ്പെട്ടി നിങ്ങളുടെ കാഴ്ചകൾ അർപ്പിക്കുവാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. 2 വിവാഹ പരസ്യങ്ങളുണ്ട്. നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ സഭയിൽ മിസ്റ്റർ സുരേന്ദ്രൻ, മിസ്സിസ് രാജമ്മ, മകൻ അരുണും, അമ്മാനക്കുളം ഡിസ്ട്രിക്റ്റിൽ കുളങ്ങരക്കുളം സഭയിൽ മിസ്റ്റർ മോഹനൻ, മിസ്സിസ് ജയകുമാരി, മകൾ ജയസുധാമോളും, നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ സഭയിൽ പരേതനായ രജിത്ത് എസ്, മിസ്സിസ് കിരൺ സോഫിയ, മകൻ അജിൻജിത്തും, അമരോള ഡിസ്ട്രിക്റ്റിൽ ചായക്രോണം സഭയിൽ റവറൻഡ് എച്ച് ജപജ്ഞാനും, മിസ്സിസ് ടി പത്മ, മകൾ ആൻസി ജ്ഞാനവും തമ്മിൽ വിവാഹബന്ധത്തിലേർപ്പെടുന്നതിനെ സംബന്ധിച്ചിരിക്കുന്ന വിവാഹം നിയമവിരുദ്ധമാണെന്നോ വേദവിപരീതമാണെന്നോ ആർക്കെങ്കിലും സഹകരണം തെളിയിക്കാൻ കഴിഞ്ഞാൽ അതിന് 1 മുതൽ 10 ദിവസങ്ങൾക്ക് രേഖാമൂലം എന്നെ അറിയിക്കേണ്ടതാണ്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരും. കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കാലാകാലങ്ങളുള്ള നന്മകളും അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ നടത്തുകയാൽ സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പറയുവാനല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ ദേശത്ത് വിവിധ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, രോഗബാധ ഞങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ആക്രമിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ ദൈവശക്തിയിൽ ഞങ്ങളെ കാക്കുന്നതിനാൽ സ്തോത്രം. 1 വർഷം കൂടെ ഞങ്ങളെ നടത്തിയെന്നോർത്ത് ജന്മാളാഘോഷിച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കുന്നവരെയും, കുടുംബമായി ഞങ്ങളെ ദൈവം നടത്തി എന്നോർത്ത് ദൈവസന്നിധിയിൽ നന്ദിയോടെ ആയിരിക്കുന്നവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ നിന്ന് നൽകിയ വിദ്യാഭ്യാസ അനുഗ്രഹങ്ങൾ, ജീവിത നന്മകൾ, ആരോഗ്യം, സൗഖ്യം ഇവയെ ഓർത്ത് നന്ദിയോടെ തിരുസന്നിധിയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണം. ദൈവം നൽകിയിട്ടല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളും നേർച്ചകളോടൊന്ന് സ്വീകരിക്കണം. കുടുംബ ജീവിതത്തിലെ പ്രവേശിച്ച് തിരുസന്നിധിയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണം. കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് പ്രാർത്ഥനയോടെ ഒരുങ്ങുന്ന ഞങ്ങളുടെ യുവതി യുവാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ നന്മകൾ നൽകുകയും അവരുടെ ജീവിതത്താൽ ദൈവത്തെ സ്തുതിക്കും വിധം കർത്താവേ, നാളുകളിൽ പ്രാർത്ഥനയോടെ അങ്ങയിൽ സമർപ്പിക്കുന്നതിനും അങ്ങനെ അവരുടെ കുടുംബജീവിതം സമാരംഭിക്കുന്നതിനുള്ള അവസരം നൽകണം. ദൈവിക കൃപയിൽ ഞങ്ങളെവരെയും കാത്ത് സംരക്ഷിക്കണം. ദോഷങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവശക്തിയിൽ നിലനിർത്തണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. സമസ്തവും തിരുപ്പാദത്തിൽ തരുന്നു. അവിടെ നിന്ന് കൂടെ ഇരിക്കുകയും നടത്തുകയും ചെയ്യുമെന്നതിനാൽ സ്തോത്രം. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നാം നിൽക്കുമ്പോൾ 289
പാട്ടിൻ്റെ ഒരു ചരണം ചേർന്ന് നമുക്ക് ആലപിക്കാം. 289 പാട്ട്. ഞങ്ങളെ സ്നേഹസമ്പൂർണതയിൽ നിലനിർത്തുന്ന ഞങ്ങളുടെ ജീവന്റെ ഉറവിടമായിരിക്കുന്ന കർത്താവെ, സ്നേഹനിധിയായ അവിടുന്ന് ഞങ്ങളെ നിലനിർത്തുന്നു എന്ന് ഓർത്ത് അങ്ങയിൽ എല്ലായ്പ്പോഴും ഞങ്ങൾ സജ്ജനായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. ഞങ്ങൾ ഇതേയോളം നടത്തിയ കരുണകൾക്കായി സ്തോത്രം. ജീവന്റെ ഉറവിടമായിരിക്കുന്ന അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും വിനയം പ്രാപിക്കുവാനും സമൃദ്ധിയായ ജീവൻ പ്രാപിക്കുവാനും അവിടുന്ന് കൃപ ചെയ്യണം. തിരുവചനം അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയാൽ സ്തോത്രം. അപ്രകാരം ഞങ്ങൾ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് തിരുനാമത്തിന് മഹത്വമായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുവാൻ ദൈവം നമ്മെ ഇവരെയും ഇത്രയോളം സഹായിച്ചു. സമയം തക്കത്തിൽ ഉപയോഗിക്കുവാനും പകലുള്ളിടത്തോളം പ്രവർത്തിക്കുവാനും കർത്താവ് നമ്മെ തൻ്റെ തിരുവചസ് കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും ദൈവത്തോട് ചേർന്നിരിക്കുന്നതിൽ ശുഷ്കാന്തിയോടായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ മനസ്സിലാക്കും: നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ എവിടെയായി ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുന്നു. ഈ സംഭവങ്ങൾ അത് ഇങ്ങനെ അതിൻ്റെ സ്വാഭാവികമായ നിലയിൽ നടക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ല, ദൈവത്തിൻ്റെ പ്രത്യേകമായ ക്രമീകരണങ്ങൾ അനുസരിച്ച് ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നാം അവിടെയെല്ലാം പതറിപ്പോകാതെ, ഭയപ്പെട്ടു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടത് അനിവാര്യം എന്ന ചിന്ത ഉള്ള ആളുകളുണ്ട്. അങ്ങനെ ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ പ്രത്യേകം ഉപദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഇതെല്ലാം സംഭവിക്കുമ്പോൾ പതറിപ്പോകേണ്ടതില്ല, ചഞ്ചലപ്പെട്ടു പോകേണ്ടതില്ല. ചഞ്ചലപ്പെടാതെ സൂക്ഷിച്ചു കൊള്ളണം എന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു സൂക്ഷ്മമായ ഒരു ജീവിതം നമുക്ക് വേണം എന്നാണ്. നിരീക്ഷണ ബുദ്ധിയോടെ ജീവിക്കുക, സൂക്ഷ്മതയോടെ ജീവിക്കുക, പ്രത്യേകം കരുതലോടെ ജീവിക്കുക. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമായി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി സഭാ കലണ്ടർ അനുസരിച്ച് നൽകിയിരിക്കുന്ന വിഷയം എക്വിപ്പിംഗ് ദ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനത്തെ സജ്ജമാക്കുക, ശക്തരാക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം സുശക്തിയോടെ സജ്ജമായ അവസ്ഥയിൽ മുന്നോട്ട് ജീവിക്കുന്നതിന് ദൈവവചനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നത് എല്ലായ്പ്പോഴും സൂക്ഷ്മതയോടെ മുന്നോട്ട് ജീവിക്കണം എന്നാണ്, സൂക്ഷിച്ചു കൊള്ളണം എന്നാണ്. സൂക്ഷിക്കുക എന്നത് ഏതോ ചില ജീവിതാവസ്ഥയിൽ നമ്മൾ പതറിപ്പോകാതെ, തെറ്റിപ്പോകാതെ, വീണുപോകാതെ
നമ്മുടെ ജീവിതത്തിൽ നാം തളർന്നു പോകാതെ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു മുൻകരുതലാണ് സൂക്ഷ്മത അല്ലെങ്കിൽ സൂക്ഷിക്കുക എന്നത്. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും, ശരി, നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം, കാല് തട്ടരുത്, എന്നെ പിടിച്ചോളണം, പിതാവോ മാതാവോ പറയാ ഞാൻ പിടിച്ചോളാം, അങ്ങനെ ശ്രദ്ധയോടെ നടക്കണം എന്നാണ്. തിരുവചനത്തിൽ നമ്മെ കർത്താവ് പഠിപ്പിക്കുന്നത് ഒരു മാതാവോ പിതാവോ തന്റെ കുഞ്ഞിനെ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് നടത്തി ജീവിതത്തിന്റെ ഉന്നതമായ അവസ്ഥകളിൽ എത്തിക്കുന്നതിനുള്ള പരിശ്രമം നടത്തുന്നതിലുപരി സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മതയോടെ നയിക്കുന്നതിന് നമ്മുടെ കരം പിടിച്ച് നയിക്കും എന്ന പ്രത്യേക യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് നാം ഇന്ന് വായിച്ചു കേട്ട പഴയ നിയമ വേദഭാഗം ഈ പ്രത്യേക സത്യങ്ങളെ കുറിച്ച് വിരൽ ചൂണ്ടുകയാണ്. ആവർത്തന പുസ്തകമാണ് നാം വായിച്ച് കേട്ടത്. അതിന്റെ 6-ാം അധ്യായത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുന്നത്, എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് നടക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ്. എന്തിനു വേണ്ടിയാണ് ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് നടക്കേണ്ടത്? നീ ദീർഘായുസ്സോടെ ഇരിക്കുന്നതിനാണ് എന്നും അവിടെ രേഖപ്പെടുത്തി കാണുന്നു. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ അവസാന ഭാഗവും 2-ാം വാക്യവും ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുന്നതിന് സാധിക്കും. അപ്പോൾ ദീർഘായുസ്സോടെ ഇരിക്കാൻ ദൈവത്തിന്റെ ചട്ടങ്ങളും വിധികളും ശ്രദ്ധിച്ച് നടക്കണം. യേശു പറയുന്നു, ജീവിതത്തിൽ പലതും സംഭവിക്കും, അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം എന്നാണ്. അപ്പൊ എന്തെല്ലാം സംഭവിക്കും എന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു. നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം, ഇന്ന് നടക്കുന്ന ഈ സാഹചര്യങ്ങളും സാധ്യതകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ യാഥാർത്ഥ്യങ്ങളുമെല്ലാം ദൈവവചനത്തിൽ മുൻകൂട്ടി നമ്മെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നതായിട്ട് നാം കാണും. വിവിധ തരത്തിലുള്ള വ്യാധികൾ പല കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ളതാണ്. ഇപ്പോഴും അത് വരുന്നുണ്ട്. ഈ വ്യാധികൾ വരുമ്പോൾ കഴിഞ്ഞ കാലത്തുണ്ടായ വ്യാധിയേക്കാൾ വളരെ വലിയ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിരിക്കുന്ന ഒരു പ്രതികൂലമായിട്ടാണ് ഇന്നത്തെ വ്യാധി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊറോണ വൈറസിനെ നമുക്ക് എങ്ങനെയെങ്കിലും കീഴടക്കി മുന്നോട്ട് പോകാമെന്ന് ഇരിക്കുന്ന അവസരത്തിൽ തന്നെ പുതിയ വൈറസ് ചൈനയിൽ എത്തിയിരിക്കുന്നു എന്ന ഒരു ശ്രുതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക ചിന്ത, അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുക. അപ്പൊ എല്ലാ തരത്തിലും ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ ഉള്ള ജീവിതാവസ്ഥ. ഈ പ്രതികൂല സാഹചര്യത്തിൽ തന്നെ നമ്മുടെ അയൽരാജ്യമായ ചൈന നമ്മെ ആക്രമിക്കുന്നതിനുള്ള തത്രപ്പാടില്ല. അപ്പോൾ അവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും പലവിധമായ മഹാമാരികളും അല്ലെങ്കിൽ വ്യാധികളും എല്ലാം സ്വാഭാവികമായിട്ട് നടന്നു വരുന്നു. ജാതിയോട് എതിർത്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഇവിടെയായിട്ട് ഭൂകമ്പങ്ങളും മഹാവലിയ ക്ഷാമവും ഉണ്ടാകുകയാണ്. ഇതെല്ലാം നാം നോക്കുമ്പോൾ സ്വാഭാവികമായി ദൈവവചനം നമുക്ക് മുൻകൂട്ടി നൽകിയിരിക്കുന്ന ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇതൊന്നും പ്രതികൂലമല്ല, നമുക്ക് അനുകൂലമാണ്. എന്തിനാണ് ഇതെല്ലാം നമുക്ക് അനുകൂലമാകുന്നത്? എങ്ങനെയാണ് അനുകൂലമാകുന്നത് എന്ന് തിരുവചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവവചനം അനുസരിക്കുവാൻ, ദൈവമക്കളായിരിക്കുവാൻ നമുക്ക് ഇതെല്ലാം അനുകൂലമായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ആരാണ് ദൈവജനം എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഹു ആർ ദ പീപ്പിൾ ഓഫ് ഗോഡ്? നാം ദൈവജനം എന്ന നിലയിലാണ് ദൈവ ആലയത്തിൽ നാം കൂടി വന്നിരിക്കുന്നത്. നമ്മെ പോലുള്ള അനേകം ആളുകൾ ഈ പ്രത്യേക പ്രതിസന്ധിയിൽ ദൈവാലയത്തിൽ പോകുന്നത് അത് ഉചിതമല്ല എന്ന് ചിന്തിക്കുകയും വീട്ടിലിരിക്കുകയും ചെയ്യുന്ന സമയം, കിട്ടിയ സമയം എങ്ങനെയെങ്കിലും ഉപയോഗിക്കാം, അല്പസമയമെങ്കിലും ആരാധനാലയത്തിൽ ഇരിക്കാം, പ്രാർത്ഥിക്കാം, സൂക്ഷ്മതയോടെ ദൈവവചനം എന്റെ ജീവിതത്തിൽ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് കേൾക്കാം എന്ന ചിന്തയിലാണ് നാം വന്നിരിക്കുന്നത്. ഒരുപക്ഷെ വരാതിരിക്കുന്നവരെല്ലാം നമ്മേക്കാൾ ബുദ്ധിമാന്മാരെന്നോ ബുദ്ധിയില്ലാത്തവരെന്നോ എന്ന് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനം കേട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകൾ ബുദ്ധിമാൻ എന്ന് തിരുവചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ദൈവജനം എന്ന് പറയുമ്പോൾ നാം സുവിശേഷത്തിൽ ശ്രദ്ധിച്ചാൽ കർത്താവ് തെരഞ്ഞെടുത്ത് ദൈവത്തോട് ചേർന്ന് നിലനിർത്തിയിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു.
അങ്ങനെയുള്ള കർത്താവിന്റെ തെരഞ്ഞെടുപ്പിലെത്തിയ ആളുകളാണ് ദൈവജനം. അതായത് പുതിയ നിയമ ചിന്തയനുസരിച്ച് ദൈവജനം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിന്റെ മക്കളായി നിലനിൽക്കുന്നതിന് മനസ്സുള്ള ആളുകളാണ്. ഇന്നലെ ഉണ്ടായിരുന്ന ആളുകൾ, ഇന്ന് ജീവിക്കുന്ന ആളുകൾ, ഇനി വരുന്ന തലമുറയിലുള്ള ആളുകളെല്ലാം ദൈവജനത്തിന്റെ ഭാഗമാണ്. കർത്താവിൽ ജീവിതത്തെ സമർപ്പിച്ച് ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ കഴിയുന്ന ആളുകൾ. അതുകൊണ്ട് യേശു പറഞ്ഞു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം കേട്ട് ശ്രദ്ധയോടെ കരുതിക്കൊള്ളുന്നതാണ് അനിവാര്യം. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും എന്ന് കർത്താവ് പറയുന്നു. അതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ദൈവജനമായിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനം കേട്ട്, വാക്കുകൾ കേട്ട്, ആജ്ഞ അനുസരിച്ച്, കൽപ്പന അനുസരിച്ച്, ദൈവം നൽകുന്ന ന്യായപ്രമാണം അനുസരിച്ച്, വിധികൾ പ്രമാണിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകളാണ് ദൈവജനം. അങ്ങനെ ജീവിക്കുന്നതിന് ദൈവം പല ആളുകൾക്ക് അവസരം നൽകി. ഇന്നത്തെ തലമുറയിൽ നൽകുകയാണ്. അബ്രഹാമിന് അവസരം നൽകി. അബ്രഹാമിലൂടെ തന്റെ സന്തതിക്ക് ഇസ്ഹാക്കിനും യാക്കോബിനുമെല്ലാം അവസരങ്ങൾ നൽകി. മോശയ്ക്ക് അവസരം നൽകി. അഹരോന് അവസരം നൽകി. അങ്ങനെ തലമുറകൾ നമ്മൾ ചിന്തിച്ചാൽ അനേകം ആളുകൾക്ക് ദൈവം ഇങ്ങനെ അവസരങ്ങൾ നൽകിയിരിക്കുന്നു. ഇന്ന് നമുക്കും അവസരം നൽകിയിരിക്കുകയാണ്. അപ്പൊ നാം ദൈവജനത്തിന്റെ ഭാഗമായിരിക്കുന്നുവോ എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാം ദൈവജനമായി നിലനിൽക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നുണ്ടോ? അപ്പൊ അത് വളരെ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 32-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നാം ഇങ്ങനെ മൃഗങ്ങളെ പോലെ ആയിത്തീരരുത്, കോവർ കഴുതയെ പോലെ, കുതിരയെ പോലെ ഒന്നും ആയിത്തീരരുത്. അവയെല്ലാം ഇങ്ങനെ വിവിധ തരത്തിലുള്ള മെഷേഴ്സ് ഉപയോഗിച്ച് അതിനെ അടക്കി മുന്നോട്ട് നടത്തുകയാണ്. പക്ഷെ എന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളായിട്ട് മുന്നോട്ട് ജീവിക്കണം എന്ന് പറയുന്നതായിട്ട് കാണും. യേശു പറയുമ്പോൾ, ഗിരിപ്രഭാഷണത്തോട് ചേർന്ന് പറയുമ്പോൾ, നിങ്ങളെ വളരെ സവിശേഷത ഉള്ളവരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ജീവിക്കണം, സൂക്ഷ്മതയോടെ ജീവിക്കണം എന്നാണ്. നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരണം എന്നാണ് ലേഖനകർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവജനം എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ദൈവത്തോട് ചേർന്ന് ഇരിക്കുകയും ദൈവം എന്നെ നടത്തുമെന്ന പ്രത്യേക ചിന്തയിൽ തങ്ങളെ തന്നെ വിനയപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അങ്ങനെ വിനയപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് ആരാധന. സമർപ്പണത്തിന്റെ ഭാഗമാണ് നമ്മുടെ കാഴ്ചകൾ, നേർച്ചകൾ, നാം അർപ്പിക്കുന്ന സ്തോത്ര വഴിപാടുകൾ. ഇതെല്ലാം ഇത് ദൈവത്തിലുള്ള നമ്മുടെ വിധേയത്വം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുകയും അതിന്റെ ഭാഗമായിട്ടാണ് നാം ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നാം ഇന്ന് ദൈവജനമായി നിലനിൽക്കുന്നുണ്ടോ? ദൈവശബ്ദം തിരിച്ചറിയുവാൻ, ദൈവവചനത്തെ കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ നാം എപ്പോഴും മനസ്സുവെക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ട വിഷയം. അങ്ങനെ മനസ്സ് വെച്ചാൽ നമ്മുടെ ജീവിതം ശ്രേഷ്ഠമായി മാറും എന്നതിന് സംശയമില്ല. 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 6:15 വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. നിങ്ങൾ മിസ്രയീമിൽ വെച്ച ദൈവത്തെ പരീക്ഷിച്ചതുപോലെ പരീക്ഷിക്കരുത്. തീക്ഷ്ണതയുള്ള ദൈവം. അതിനു മുൻപ് പറയുന്നത്, നിങ്ങൾ ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രത്യേക ജീവിത രീതിയുണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ നടത്തുന്നു. ശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിലൂടെ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. ഈ വീണ്ടെടുപ്പിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളായി നാം തീരുമ്പോൾ ദൈവത്തിന്റെ ദിവ്യശക്തി നമുക്ക് അനുഭവിക്കുന്നതിന് കഴിയും. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ അവിടെ ഇതിന്റെ വിശദാംശങ്ങൾ അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായി കാണുന്നു. ആ വിശദാംശങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നാം എപ്പോഴും നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്തിൽ
അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. ഇപ്പൊ രത്ന ചുരുക്കമായിട്ട് പറഞ്ഞാൽ, ദൈവജനം എന്നതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ജീവിത അവസ്ഥയിൽ വളരുന്നതിനു വേണ്ടി നാം യോഗ്യമാവണ്ണം നടക്കണം. വിളിക്ക് യോഗ്യമാവണ്ണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതിന് ആ വിളിക്ക് ഒരു യോഗ്യമായിരിക്കുന്ന അവസ്ഥയുണ്ട്. ഒരു സാധാരണ വിശ്വാസിയായിരിക്കാം, ഒരു ഡീക്കനായിരിക്കാം, ഒരു മാതാവോ പിതാവോ എന്ന അവസ്ഥയിലായിരിക്കാം, ഭർത്താവോ ഭാര്യയോ എന്ന അവസ്ഥയിലായിരിക്കാം, ഒരു കുഞ്ഞ് മകൻ മകൾ എന്ന അവസ്ഥയിലായിരിക്കാം. സഭയുടെ വിവിധ ശുശ്രൂഷകളിൽ ഒരു കാറ്റഗിസ്റ്റോ ഇവാഞ്ചലിസ്റ്റോ ഒരു പട്ടക്കാരനോ മേൽപ്പട്ടക്കാരനോ ആയ അവസ്ഥയിലായിരിക്കും. ഏതാണ് നമ്മെ വിളിച്ച് നിയോഗിച്ചിരിക്കുന്ന അവസ്ഥ, അതിനനുസരിച്ച് യോഗ്യമാവണ്ണം നടക്കണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യോഗ്യത അയോഗ്യത നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകി ഇതാണ് യോഗ്യമായത് എന്ന് സാമൂഹിക അംഗീകാരത്തിന്റെ വെളിച്ചത്തിലാണ് അങ്ങനെ ഒരു മെഷർമെന്റ് ഉള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മെഷറിംഗ് റോഡ് വെച്ചാണ്, ഒരു പ്രത്യേക അളവുകൾ വെച്ചാണ് നമ്മുടെ ജീവിതത്തെ യോഗ്യമാണോ അയോഗ്യമാണോ എന്ന് നോക്കുന്നത്. അപ്പോൾ യോഗ്യമായ നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ വിളിക്ക് യോഗ്യമാവണ്ണം, അവസ്ഥയ്ക്ക് യോഗ്യമാവണ്ണം, നമ്മുടെ ഉത്തരവാദിത്വത്തിന് യോഗ്യമാവണ്ണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നടത്തേണ്ടതുണ്ട്. അവിടെ നടക്കുമ്പോൾ നാം ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും വിധം ഐക്യതയോടെ സമാധാന ബന്ധത്തിൽ നമ്മുടെ ജീവിതങ്ങളെ പരസ്പരം കോർത്തിണക്കി സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്ന അവസ്ഥയിൽ നാം നിലനിൽക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നാം ദൈവജനമാണ്. ദൈവജനത്തെ ഭരിക്കുന്നത് ദൈവമാണ് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നത്. അതനുസരിച്ച് നാം ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട്, ഹൗ ഡു വി ബിഗിൻ ദി എക്വിപ്പിംഗ് പീപ്പിൾ ഓഫ് ഗോഡ്? നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയിൽ ദൈവജനത്തെ നമുക്ക് സജ്ജമാക്കുന്നതിന് എങ്ങനെ നമുക്ക് ആരംഭിക്കാം? നമ്മുടെ ജീവിതത്തിന്റെ സജ്ജമാകുന്ന അവസ്ഥയിൽ മറ്റുള്ളവർക്ക് ജീവിക്കുന്നതിനുള്ള അവസരം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം അനുസരിക്കുന്നതിലുള്ള സവിശേഷതയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ നാം മായമില്ലാത്ത പാൽ കുടിച്ച് വളരുന്നതിന് വാഞ്ചിക്കുന്ന ആളുകളായിട്ട് മാറണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. വചനം എന്ന മായമില്ലാത്ത പാൽ. അപ്പോൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ മായമില്ലാതെ ലഭ്യമാകത്തക്കവണ്ണം അനർഹമായി സമൃദ്ധിയായ ജീവൻ ഉണ്ടാകത്തക്ക നിലയിൽ അനുഭവിക്കും വിധം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് തിരുവചനത്തിൽ പറയുന്നത് ദ സിൻസിയർ മിൽക്ക് എന്നാണ്, റിയൽ മിൽക്ക്, മായമില്ലാത്ത പാൽ. അപ്പോൾ ആത്മാർത്ഥതയുള്ള, സജീവത്വമുള്ള, നമുക്ക് ദോഷം വരുത്താത്ത നിലയിലുള്ള ഒന്നാണ് ദൈവവചനം എന്നാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വളരുന്നതിനുള്ള ഒരു ത്വര അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വേണം. അതനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ നാം വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുമ്പോൾ അവിടെ തിരുവചനത്തിന്റെ സവിശേഷമായ അവസ്ഥയിൽ നാം ജീവിതത്തെ ക്രമീകരിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ ജീവിതത്തിൽ നമുക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകത്തക്കവണ്ണമാണ് ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതിന് ദൈവം നമുക്ക് എപ്പോഴും ശക്തി നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ശക്തീകരണം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് കഴിയും. ഒന്നാമതായിട്ട്, നമ്മുടെ ജീവിതം എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും, പുഷ്ടി പ്രാപിച്ചുകൊണ്ടിരിക്കും, ഫലപ്രദമായിരിക്കും എന്നതാണ്. അതുകൊണ്ട് ഈ വചനം നമ്മെ നമ്മുടെ ജീവിതത്തിൽ കെട്ടിപ്പടുത്ത് ഉയർത്തുന്നതിന് സഹായിക്കുന്നതാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ എഡിഫിക്കേഷൻ എന്ന് പറയുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ എപ്പോഴും സജ്ജമായിട്ട് പണിത് ഉയർത്തുന്നതിന് കഴിയുന്ന ഒന്നാണ് വചനം. അതുകൊണ്ട് വചനം നാം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ സാധാരണ പ്രാർത്ഥനയോടെ ദൈവവചനം വായിക്കും. അത് പലതരത്തിൽ വായിക്കുന്ന ആളുകളുണ്ട്.
പെട്ടെന്ന് പ്രാർത്ഥനയോടെ വേദപുസ്തകം എടുത്തിട്ട് ഏത് വാക്യമാണ് എനിക്ക് കിട്ടുന്നത്, ദൈവത്തിന്റെ നടത്തിപ്പ് എന്താണ് എന്ന് ചിന്തിക്കുന്നതിന് അങ്ങനെ ദൈവവചനത്തെ സമീപിക്കുന്ന ആളുകളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ഒരു തരത്തിൽ തെറ്റെന്ന് പറയുന്നവരുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പ് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്ന ദൈവ പ്രവർത്തനം മനസ്സിലാക്കുന്നവർക്ക് അത് ശരിയാണ്. എന്നാൽ ഓരോ ദിവസവുമുള്ള ക്രമമായ ദൈവവചന പഠനത്തിലൂടെ ഇന്നത്തെ ദൈവവചനം ഭാഗം വായിച്ചത് ഇതാണ്: ഈ ദൈവവചനത്തിൽ നിന്ന് എന്റെ ജീവിതാവസ്ഥയിൽ ഇന്ന് എന്ത് ദൈവം സംസാരിക്കുന്നു എന്ന് ചിന്തിച്ച് അതിൽ നിന്ന് നമുക്ക് ദൂത് കണ്ടെത്തുന്നതിന് കഴിയും എന്ന് വിശ്വസിച്ച് അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. ഈ രണ്ട് സമീപന രീതികളും തെറ്റല്ല. പക്ഷെ എന്നാൽ അവിടെയെല്ലാം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ മഹാത്മ്യത്തെയാണ് നാം മനസ്സിലാക്കുന്നത്. ദൈവവചനത്തെ നാം സമീപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവവചനം പണിയും. നമ്മുടെ ജീവിതത്തെ ദൈവവചനം അത് നമ്മുടെ ജീവിതത്തെ ക്രമീകൃതമായ നിലയിൽ മുന്നോട്ട് നടത്തും എന്നതിന് സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം കിടപിടിക്കത്തക്ക നിലയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതിരോധക ശക്തി നൽകി, രോഗത്തിൽ നിന്ന് മാത്രമല്ല സാമൂഹികമായ അവസ്ഥയിലും നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയുടെ ഏത് ഘട്ടത്തിലും നിലനിൽക്കുവാൻ കഴിയുന്ന അവസ്ഥയിൽ നമ്മെ നിലനിർത്തുന്ന ദൈവശക്തി ഒരു കോമ്പിറ്റൻസി നൽകി നമ്മെ നിലനിർത്തുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ പറയുമ്പോൾ ഈ കോമ്പിറ്റന്റ് പവർ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് മറ്റൊന്നിനും നമ്മെ തളർത്തിക്കളയുവാൻ കഴിയാത്ത ആത്മീയ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ അണിയിച്ച് നമ്മുടെ വികാര തലങ്ങളെ ദൈവം നിയന്ത്രിച്ച് ധൈര്യം നൽകുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിന്റെ ആ ശക്തിയെ ദൈവം എപ്പോഴും ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കും, ശക്തീകരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ശക്തീകരിക്കുമ്പോൾ നാം കോമ്പിറ്റന്റ് ആയി നമ്മുടെ ജീവിതത്തിലെ ഏത് വെല്ലുവിളിയെയും അഭിമുഖീകരിക്കുന്നതിന് കഴിയുന്ന വ്യക്തിയായിത്തീരും. അതിന് നമ്മെ സഹായിക്കുന്നത് തിരുവചനമല്ലാതെ മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് ദൈവം കാലാകാലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് പുതിയ ദാനങ്ങളെ നൽകുന്നു എന്നാണ്. ഈ ദാനം നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നതിന് കഴിയുന്ന അവസ്ഥയിൽ നമ്മെ ബലപ്പെടുത്തും. നമ്മുടെ ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങൾ, ദൈവം നൽകിയിരിക്കുന്ന ഗിഫ്റ്റ്സ്, ദൈവം നൽകിയിരിക്കുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ പലതരത്തിൽ നമുക്കതിനെ വിലയിരുത്താൻ കഴിയും. നമ്മുടെ താലന്തുകളോ നമ്മുടെ കഴിവുകളോ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതിനപ്പുറമായി ദൈവാത്മാവിനാൽ നമ്മെ പരിപോഷിപ്പിക്കുന്ന എന്നും ദൈവത്തിന്റെ ദാനമാണ് എന്ന് പറയുന്നതിന് കഴിയും. അങ്ങനെ ഒരവസ്ഥയിൽ ദൈവത്തെ മുഖാമുഖമായി കണ്ട് നിലനിൽക്കുന്നതിന് കഴിയുന്ന ഒരു ജീവിതാവസ്ഥ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ അവിടെ നേരത്തെ നാം വിവിധ തരത്തിൽ കണ്ടു. എന്നാൽ ഇപ്പോൾ മുഖാമുഖമായി കാണുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ അത് വിവാഹ ആരാധനയിലെല്ലാമാണ് നാം ആ വേദഭാഗം ഓർക്കാറുള്ളത്. ദൈവത്തെ മുഖാമുഖമായി കാണുക, മനുഷ്യനെ മുഖാമുഖമായി കാണുന്നു. അങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതാവസ്ഥയിൽ നമ്മുടെ ജീവിതം കൂട്ടായ്മയുടെ തലത്തിൽ നിലനിൽക്കുന്ന ആ പ്രത്യേക സന്ദർഭത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതാവസ്ഥയിൽ നമ്മുടെ ജീവിതം വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വിധമായ അലച്ചിലും ഉലച്ചിലും ഉണ്ടാകുകയും അങ്ങനെ ഉണ്ടാകാതെ സുസ്ഥിരമായ നിലയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന ഒന്നായിട്ട് തിരുവചനത്തെ നാം കാണുന്നു. അതുകൊണ്ട് തിരുവചനം നമ്മെ ഒരു കൺഫർമേഷൻ അവസ്ഥയിൽ, കൺഫർമേഷൻ മൂഡ് നൽകി ആ ഒരു പ്രത്യേക മാനസിക അവസ്ഥയിൽ നിലനിർത്തുകയാണ്. അതുകൊണ്ട് സ്ത്രീകരണം എന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. ഇപ്പോൾ നാം തിമോത്തിയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ 1 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ അവിടെ അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ നീ പഠിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്, നിന്റെ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങളുണ്ട്, അത് തന്നെ നീ അനുവർത്തിച്ച് ജീവിക്കണം. അങ്ങനെ നീ പതറിപ്പോകേണ്ടതില്ല, തളർന്നു പോകേണ്ടതില്ല. നിന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള
മാറ്റങ്ങൾ വരേണ്ടതില്ല, നിന്റെ ജീവിതത്തിൽ നീ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ തിരുവചനത്തിൽ നാം ഇന്നത്തെ വേദഭാഗം ലേഖനത്തിൽ ശ്രദ്ധിച്ചാൽ എഫേസ്യർക്കെഴുതിയ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വർധനവിനായിട്ട് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ വർധനവിനായിട്ട് ക്രിസ്തു എന്ന തലയോളം വളരുന്ന ഒരവസ്ഥയാണ്. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നാമും മറ്റുള്ളവരെ സ്നേഹിക്കുകയും യേശുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് യേശുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ സ്നേഹം നമുക്ക് അനിവാര്യമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ്, ദൈവം നൽകിയിരിക്കുന്ന തിരുവചനങ്ങളാണ്, ഉപദേശങ്ങളാണ്, കൽപ്പനകളാണ്. അതുകൊണ്ട് അതെല്ലാം നമുക്ക് സത്യവേദ പുസ്തകത്തിലൂടെ മനസ്സിലാക്കുന്നതിന് കഴിയും. ആ അവസ്ഥയിൽ നാം ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. അതിനെക്കുറിച്ച് തിരുവചനം പറയുന്നത് ഒരു പുതിയ സൃഷ്ടി എന്നാണ്. ഈ ലേഖനത്തിൽ തന്നെ ഇതേ അധ്യായത്തിൽ തന്നെ തുടർന്ന് വായിക്കുമ്പോൾ പുതിയ സൃഷ്ടിയെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്ന 24-ാം വാക്യത്തിലാണ്. അപ്പോൾ പുതിയ മനുഷ്യനെ ധരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. പുതിയ മനുഷ്യനായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തെ ആവരണം ചെയ്തിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ആയാൽ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. പ്രതികൂലങ്ങൾ വരില്ല എന്നല്ല, വരും. എന്നാൽ അവിടെയും ഭയപ്പെടാണ്ട എന്ന ശബ്ദവുമായി നമ്മെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുന്നതിന് സാധിക്കും. ഇങ്ങനെ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമതായി നാം ദൈവജനമാണെന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതിനുള്ള ഒരു ശക്തീകരണം, അതിൻ്റെ ഒരു തുടക്കം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നാം ശ്രമിക്കുകയും വേണം. അങ്ങനെ മറ്റുള്ളവരെ ദൈവവചനത്തിൽ നിലനിർത്തുവാൻ നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു മാതാവായാലും പിതാവായാലും ഒരു സാധാരണ വിശ്വാസി എന്ന നിലയിലായാലും നാം മാത്രം ജീവിക്കുക, നാം മാത്രം നിലനിൽക്കുക എന്നല്ല, നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മോട് കൂടെ സഹവാസമുള്ള, നമ്മോട് ഒപ്പം കൂട്ടായ്മയുള്ള ആളുകളെ, നമ്മുടെ അയൽവാസികളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വകയായി നിലനിർത്തുക എന്നതാണ്. അതാണ് മോശയിലൂടെ ദൈവം പറയുന്നത്, നീ ഈ വചനങ്ങളെല്ലാം കേട്ടു മനസ്സിലാക്കി, പക്ഷെ എന്നാൽ അതനുസരിച്ച് മറ്റുള്ളവരെ, ദൈവജനത്തെ നിലനിർത്തേണ്ടതാണ് എന്ന് പറയുകയും അതനുസരിച്ച് ജീവിക്കണം എന്ന് പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണും. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ വിശ്വാസത്തിൽ ദൈവപുത്രന്റെ പരിജ്ഞാനത്താൽ തികഞ്ഞു വരത്തക്കവണ്ണമുള്ള ഒരു പുരുഷത്വം നിനക്ക് വേണം എന്ന് അപ്പോസ്തലൻ എഫേസ്യ സഭയിലെ വിശ്വാസികളോട്, ആ സഭയോട് പറയുകയാണ്. സഭയ്ക്ക് ഒരു പുരുഷത്വം വേണം എന്നാണ്, വ്യക്തികൾക്ക് ഒരു പുരുഷത്വം വേണമെന്നാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെല്ലാം അവഗണിക്കുന്നു എന്നല്ല, സ്ത്രീക്ക് സ്ത്രീത്വമുണ്ട്. അപ്പൊ സ്ത്രീത്വം എന്നത് വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. അപ്പോൾ ഒരു സ്ത്രീത്വം, ഒരു പുരുഷത്വം എന്ന് പറയുന്ന നിലയിൽ ഗൗരവപൂർണമായ ഒരു ജീവിതാവസ്ഥയിൽ, പക്വമായ ഒരു ജീവിതാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം. ഈ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുവാൻ, എംപവർ ചെയ്യുവാൻ, എക്വിപ്പ് ചെയ്യുവാൻ നമുക്ക് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതാവസ്ഥകളിൽ, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അനുസരിച്ച് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മേവരെയും സമൃദ്ധിയെ അനുഗ്രഹിക്കുകയും നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് 221-ാമത്തെ പാട്ട് സുപരിചിതമായ പാട്ടാണ്. അതിന്റെ ഒന്നും അവസാനത്തെയും ചരണങ്ങൾ ചേർന്ന് പാടാം. 221. Swastika
പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനും ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായ ഞങ്ങളുടെ ദൈവമേ, ദൈവജനമായിരിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളെ എപ്പോഴും സജ്ജമാക്കുന്നു. ആ വിളിയും തിരഞ്ഞെടുപ്പും ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ വിളിക്ക് യോഗ്യമായി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവെ, അവിടുത്തെ വിളിയും തിരഞ്ഞെടുപ്പും ഞങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നതിൽ എപ്പോഴും ഞങ്ങൾ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെയും ഈ സജ്ജമായ ജീവിതാവസ്ഥയിലേക്ക് നിലനിർത്തുവാൻ അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് അതിൽ ഞങ്ങൾ നിലനിൽക്കുന്നതിന് നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ എന്ന് പറയുന്ന അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങളെ തന്നെ സജ്ജമായി എപ്പോഴും നിലനിർത്തുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കാൻ സഹായിക്കണം. അതുപോലെ ഞങ്ങൾ മറ്റുള്ളവരെയും സജ്ജമാക്കുന്നതിന് അവിടുന്ന് ഞങ്ങൾക്ക് കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നല്ലോ, അത് മായമില്ലാതെ ഞങ്ങളുടെ ജീവിതത്തെ എല്ലായ്പ്പോഴും വളർച്ചയ്ക്ക് ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള മായങ്ങളുടെ മധ്യേ, പലതരത്തിലുള്ള വ്യാജങ്ങളുടെ മധ്യേ ജീവിക്കുമ്പോൾ വ്യാജമല്ലാത്ത അവിടുത്തെ വചനം അത് അതിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ ശ്രേഷ്ഠതയിൽ, അതിൻ്റെ മഹത്വത്തിൽ ഞങ്ങൾ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ബലപ്പെടുത്തുകയും ഞങ്ങളെ പണിയുകയും ഞങ്ങളെ ഉയർത്തുകയും ഞങ്ങളുടെ സ്ഥിരീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് സ്തോത്രം. അങ്ങനെ വളർന്ന് പ്രസവിപ്പാൻ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, സ്നേഹത്തിൽ വളരുവാൻ, ഐക്യതയിൽ വളരുവാൻ, സത്യത്തിൽ വളരുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ പകരണം. അങ്ങനെ നടത്തണം. സമസ്തവും തിരുപ്പാദത്തിൽ സമർപ്പിക്കും. യേശുമശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ സംസർഗവും കൂട്ടായ്മയും നമ്മുടെ ഇടയിലുണ്ടായ നമ്മളെല്ലാവരും ഇതുപോലെ എന്നേക്കും കാലാവസാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.